എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പിന്നെയും വന്ദനം ചെയ്യുന്നു. We greet you all in the name of Jesus yet again. ഡോക്ടർ റോണി നിങ്ങളെല്ലാവരെയും വ്യക്തിപരമായി പുതുതായി വന്നവരെയൊക്കെ വന്ദനം ചെയ്തു. ഞാൻ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. I'm not taking time to repeat that Dr. Ronnie has already extended our welcome to everyone who are attending this week. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനും എൻ്റെ ഒരു സുഹൃത്തുമായ ടിനു തൻ്റെ കുടുംബമായിട്ട് ഡാളസിൽ നിന്ന് നമ്മളെ വിസിറ്റ് ചെയ്യുന്നു. കർത്തദാസനെ ഞങ്ങൾ ഹാർദമായി വെൽക്കം ചെയ്യുകയാണ്. But I want to take a moment to welcome Brother Tinu and his family who are visiting us from Dallas. He's a son of my friend and he's also my friend. We welcome Brother Tinu and family. കഴിഞ്ഞ 21 ഫാസ്റ്റിങ്ങിൽ നമ്മളിരുന്ന് അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥനയോടായിരുന്നു. ഒരു ദിവസം ഈ കർത്തദാസൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്, എന്നാൽ തൻ്റെ പിതാവിനെയും പിതാവിൻ്റെ സഹോദരനെയും SFCNക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന എബിച്ചാൻ്റെ സഹോദരൻ്റെ മകനാണ്, പരിചയമുണ്ടെന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ ടിനുമായി പരിചയപ്പെടുന്നത്. എന്നാൽ ടിനു എന്നെ വിളിച്ചു പറഞ്ഞു, വെച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നിങ്ങളുടെ പുതിയ പ്രോജക്റ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. And as I was fasting and praying for the last 21 days, in the past month, I came to know about Brother Tinu, and though I know his father and his father's brother, who is also in leadership of SFCNA, Brother Tinu I had a conversation that he was willing to help us with our new project. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ, കമ്പനികൾ, കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു മാന്യ ബിസിനസ്സുകാരനാണ് കർത്താനുദാസൻ ടിനു. Brother Tinu owns his own business in the construction field and he's an architect, I believe, and he has his own company. താൻ നമ്മളെ വിസിറ്റ് ചെയ്ത് നമ്മളുമായി നമ്മുടെ ലീഡേഴ്സുമായി ടോക്ക് ചെയ്യാനായിട്ട് ഇന്ന് പകൽ വന്നതാണ്. അതിനേക്കാളപ്പുറം നമ്മുടെ ആരാധനയെ സംബന്ധിക്കുവാനായിട്ട് വന്നതാണ്. ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. And he took his time from his busy schedule to visit us in Albany and to worship along with us, and also to talk with all like the leaders of our church regarding our new project. അടുത്ത 30 മിനിറ്റുകൾ നിങ്ങളോട് വചനം പങ്കുവയ്ക്കാൻ ദൈവം നൽകിയ നിയോഗം പത്രോസിന്റെ ലേഖനം 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. And I'm going to talk to you from 2 Peter chapter 1 verses 10 and 11. 1-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. And chapter 1 is where I'm talking from. അതിന്റെ 10-12 വാക്യങ്ങൾ കുറിവാക്യമായി വായിക്കുന്നു. Verses 10 and 11. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ verse 11, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. So this is what it reads in verse 10. We read like this: Wherefore the rather, brethren, give diligence to make your calling and election sure. For if all of you do those things, all of you shall never fall. For so an entrance shall be ministered unto you abundantly into the everlasting kingdom of our Lord and Savior Jesus Christ. എന്നെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി നൽകിയത്. So there are 21 epistles in the New Testament. അതിലെ 14 പൗലോസ് ശ്ലീഹ എഴുതി, and 14 of them are believed to be written by Paul. 3 യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി. 3 of them by Apostle John. 1 യൂദയാണ് എഴുതിയത്. One of them were written by Judah. 1 യാക്കോബാണ് എഴുതിയത്. One of them by James. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പടം വരയ്ക്കുകയാണോ നോട്ട് എഴുതുകയാണോ? പ്രിൻസി, വാട്ട് യു ഡൂയിങ് ദേർ? മോളെ, എന്തോ മാഡി, Becky, നിങ്ങൾ നോട്ട് എഴുതണം കേട്ടോ. ടുഡേ ഐ വിൽ ഗിവ് യു കപ്പിൾ ഓഫ് പോയിന്റ്സ്. പപ്പ തരുന്നത് 3 points ആണ്. ഐ വിൽ ഗിവ് യു 7, 8, 10, 9 lot of points will give you. So children, pay attention, and if you are writing notes, write down the points, but right, pay attention and listen. I will check your book. Okay, ഞാൻ നോക്കുമേ, നിങ്ങളുടെ ബുക്ക് നോക്കുമേ. All right, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഈ 21 ലേഖനങ്ങളിൽ പൊതു ലേഖനങ്ങൾ, ജനറൽ എപ്പിസ്റ്റൽസ് എന്ന് പറയുന്ന ലേഖനത്തിൽപ്പെട്ടതാണ് ഈ പീറ്ററുടെ ലേഖനം. So book of Peter is included in the general epistles. കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഫസ്റ്റ് മെസ്സേജിൽ തെലുങ്ക് സർവീസിൽ 1 Peter chapter 2:9 പറഞ്ഞിരുന്നു.
And as a coincidence, Pastor Kalyan has mentioned 1 Peter chapter 2 verse 9 in the Telugu message. സെക്കൻഡ് വർഷിപ്പിൽ 1 Peter chapter 4 verse 12, I think you read that, right? And I think Dr. Roni during the English sermon, like I mentioned, chapter 4 verse 12. ഞാൻ 10 ദിവസം മുഴുവൻ പ്രസംഗിക്കാൻ പോകും. So I decided to, I'm going to preach the whole book of Peter. പ്രിയമുള്ളവരെ, ഈ ലേഖനം നമ്മുടെ ക്രിസ്തീയത്തിന്റെ വളരെ ആഴമുള്ള ക്രിസ്തീയത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ലേഖനമാണ്. And this book is a very useful book in our Christian lives. രണ്ടാമത്തെ ലേഖനം പീറ്ററിന്റെ അവസാന വാക്കുകളാണ്. So second book of Peter is his final words. ഈ അവസാന വാക്കെന്ന് പറയാൻ കാരണം പുള്ളി പറയാണ്, ഞാൻ നിര്യാണകാലം എൻ്റെ അടുത്തു, ഞാൻ മരിക്കാൻ പോവുകയാണ്. Because Peter says that my time of death has come and I will die soon. എന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നത് യുക്തമാണെന്ന് എനിക്ക് പിന്നെയും തോന്നുന്നു എന്നാണ് പറയുന്നത്. And he says that I feel that it is important to remind you of these things again. 13 and 14 കാണിച്ചേ, 13 and 14 Verses 13 and 14. വായിക്കുമോ? ആര് വായിക്കും? ഉറക്കെ വായിക്കേ. Verses 13 and 14 please. നമ്മുടെ കർത്താവായ യേശു, വായിച്ചോ. പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ കൂടാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്തോന്ന്? പുള്ളി കൂടാരം മനസ്സിലായി എന്തോന്ന്? So when he says he's talking about his body. അമ്മച്ചി മനസ്സിലായോന്ന്? അപ്പൊ ഞാൻ ഉറക്കെ വിളിച്ചപ്പോ ഒന്ന് ഉണരാൻ വേണ്ടിട്ടാ. നമ്മുടെ മരിക്കാൻ പോവുകയാണെന്ന് പുള്ളി മനസ്സിലായി. So he realized that he was going to die. അതുകൊണ്ട് ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ച് വീണ്ടും ഉണർത്തുന്നത് യുക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. So he realized that it is important to remind them of certain things. അപ്പോ ഈ മരിക്കാൻ പോകുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രാധാന്യതയുണ്ട്. So the last words of anyone are of much importance. കുറേ സ്വത്തുള്ള ഒരു അപ്പൻ, So like a father who is very rich, മക്കൾക്ക് ഇതുവരെയും വീതം വെച്ചിട്ടില്ല. so he has not divided his properties yet. മരിക്കാൻ പോകുന്ന ഡോക്ടർമാർ പറഞ്ഞു, And doctors reminded him that he will die soon. മക്കളെല്ലാം കൂടെ അപ്പൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. So all the children are surrounding their father. എന്താണ് അപ്പം പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചെവിയും കുർത്തിരിക്കുകയാണ്. So they are all curious about what the father is going to say. അവസാനം പറഞ്ഞ വാക്ക് എന്തായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്? So what would be their expectation? എൻ്റെ കുഞ്ഞ് പൊന്നമ്മയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു മുഴുവൻ എന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. So they might expect that he is going to give all the property to the children. ഈ കർത്താവ് ഈ ഓരോ മനുഷ്യരും മരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഒത്തിരി എഫക്റ്റീവായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. So many people have said final words which are of utmost importance. എനിക്ക് ഒത്തിരി കഥകളൊക്കെ ഇങ്ങനെ മനസ്സിലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. അടുത്തൊരു 5 മിനിറ്റ് മെസ്സേജ് എത്തണം. ഒത്തിരി കാര്യം കൂടെ പറയാനുണ്ട്. And though I'm not going into details because of the lack of time. ഈ മനുഷ്യൻ ഈ അവസാന വാക്കുകളിൽ പറയുന്ന ഒരു പദമാണ്, നിങ്ങൾ ഗ്രോ ഇൻ ക്രൈസ്റ്റ്, വളരുവീൻ. But this is something that he is reminding them that you have to grow in Christ. ഈ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്ക് അതാണ്. That is the last word of last sentence of chapter 3. Chapter 3 verse 18-ൽ താൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ വളരുവീൻ. No, he says, but grow in the grace and knowledge of our Lord. Amen. വളർച്ച ആവശ്യമുള്ള എത്ര പേരിനകത്തിരിപ്പുണ്ട്? How many of us want to grow? Amen. ക്രിസ്തീയത്തിൽ വളരാൻ വേണ്ട സാഹചര്യം ഒരുക്കി തരുന്ന ദൈവമാണ്. So it is God who gives us the circumstances to grow. ഞാൻ ഈ 1-ാമത്തെ അധ്യായം വരികയാണ്. Let me come back to chapter 1. 3-4 വാക്യങ്ങളിൽ verses 3 and 4 ക്രിസ്തീയത്തിൽ വളരാൻ വേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയുന്നത് chapter 1 verse 3 and 4 3 കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. So in verses 3 and 4 there are 3 things that God does so that we can grow. ഒന്ന്, he called us by his own glory and excellence. അവൻ വളരാൻ വേണ്ടി മഹത്വത്തിലേക്ക് നമ്മെ വിളിച്ചു. So God has called us to his glory. Amen. Hallelujah. അത് വിളിച്ച് called എന്ന പദം past tense ആണല്ലോ, മുമ്പ് വിളിച്ച കാര്യമാണ്. So that we are called, it's a past tense, so we are already called, it's past. Present tense-ലെ കാര്യം രണ്ടാമത്തെ present tense-ലെ കാര്യം. So the second thing in the present tense, his divine power has granted to us everything we need for living a godly life.
So in the present, God's divine power is granting us everything pertaining to life and godliness. ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം ഇന്ന് നമുക്ക് ദൈവം തരുന്നു. So God is granting us everything that we need for our life and godliness. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇന്നലെ അവൻ നമ്മെ വിളിച്ചു. God has called us yesterday, ഇന്ന് നമുക്ക് വേണ്ടതെല്ലാം അവൻ തരുന്നു. Now he is granting us everything that we need. ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം കഴിഞ്ഞ ആഴ്ച കർത്താവിൽ നിന്ന് റിസീവ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പറയണം, ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുകയോ. Hallelujah. Let us give thanks to the Lord who is giving us everything that we need in our life. എന്തിനാ കുറച്ച് കർത്താവ് കഴിഞ്ഞ ആഴ്ച? Now what did we lack last week? ജീവന് വേണ്ടത് ഗോഡ്ലി ലൈഫ് നയിക്കാൻ വേണ്ട കാര്യങ്ങളെന്നാണ് യഥാർത്ഥ മൂലഭാഷയിലെങ്കിലും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തരുന്നു. അല്ലേ, തരുന്നില്ലേ? God is giving us everything for our life. തരുന്നുണ്ടോ? മിണ്ടിയാട്ട് തരുന്നുണ്ടോ? അമ്മച്ചി തരുന്നുണ്ടോ? അല്പ വീഴ്ച താഴ്ചകൾ, അല്പം മൗണ്ടൻസ് ആൻഡ് വാലീസ് ഉണ്ടെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് ഓർത്ത് ദൈവത്തിൽ നിന്ന് പകൽ സ്തോത്രം ചെയ്യാൻ കഴിയണം. ജീവനും ഭക്തിക്കുമുള്ളത് തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. Amen, amen, amen. Hallelujah. ഒരു ഭക്തൻ സാം കുമരകാന്ന് തോന്നുന്നു, താൻ ഇങ്ങനെ പാടിയൊരു പാട്ടുണ്ട്. ദൈവാസനം അറിയാമോ? ഒന്ന് മൂളാമോ? ഇങ്ങനെയാണ്: ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങയ്ക്ക് നന്ദി. ചേർന്ന് പറയുമോ? ആ രണ്ട് വരികളൊന്നും മൂളിക്കുക. പ്രൈസ് ഗോഡ്. ചേർന്ന് പറഞ്ഞു: ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ എന്റെ കൂടെ ചേർന്ന് പറഞ്ഞു, റിസീവ് ചെയ്ത് എല്ലാവരും ഒന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ പറഞ്ഞു. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേ ഒന്നുകൂടെ പാടിക്കുക എന്റെ കൂടെ ചേർന്ന്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കഴിഞ്ഞ ആഴ്ച സൗഖ്യം വേണമോ? കർത്താവ് സൗഖ്യം തന്നായിരുന്നു. When we needed the healing, God was our healer. കഴിഞ്ഞ ആഴ്ച വീക്കായി തോന്നിയപ്പോൾ, ഇച്ചിരി ശക്തി കുറഞ്ഞു തോന്നിയപ്പോൾ ദൈവം ശക്തി തന്നായിരുന്നു. In our weaknesses, he became our strength. കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലുമൊക്കെ ജീവനും ഭക്തിക്കുമുള്ളത് കുറവായി തോന്നിയെങ്കിലും ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തിയ ദൈവത്തിന് ഞങ്ങൾ സഭയായി ഈ പകൽ സ്തോത്രം അർപ്പിക്കുകയോ. Hallelujah, hallelujah. We praise you, Lord. Hallelujah. Listen, ഒന്ന് അവൻ നമ്മളെ വിളിച്ചു. So number one, he has called us by his glory. രണ്ട്, ഇന്ന് പ്രസന്റ് ടൈമിൽ ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം തരും. Number two, he is granting us everything for our life and godliness. മക്കളെ, ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു കേട്ടോ. മൂന്നാമത്, third one, he has granted to us his precious and magnificent promise. ഫ്യൂച്ചർ കാര്യമാണ്. അതിമഹത്വവും എന്തായാലും മലയാളത്തിൽ വിലയേറിയതും പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിക്കൻസ്, അങ്ങനല്ലേ? വിലയേറിയതും അതിമഹത്വമായ ഒരു പ്രോമിസും കൂടെ ദൈവം തന്നു. എന്താ അത്? For our future, God has given us precious and magnificent promises. എന്താ മക്കളെ പ്രോമിസ്? So what is the promise that God has given us? വാസ്തവത്തിൽ ഇതിന് തിയോളജിയൻസ് പറയുന്നത് 3 promises എന്നാ പറയുന്നത്. So like according to theologians, 3 promises they think is given here. ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് പറഞ്ഞ പ്രോമിസാണ്, സകല ജാതിയെയും വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും വിളിക്കും. ക്രൂശിൽ ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്താവൻ. ഹി കോൾഡ് us. അവൻ വിളിച്ചു, വേർതിരിച്ചു. ക്രൂശിൽ വെച്ച് എല്ലാ മനുഷ്യരെയും എല്ലാവരെയും വിളിച്ചു. He called everyone. എല്ലാവരെയും വിളിച്ചു. On the cross of Calvary, God has called those everyone. who respond his calling. അവന്റെ വിളിയോട് ആര് പ്രതികരിച്ചോ അവരെ ദൈവസഭയ്ക്കകത്താക്കി. And whoever responded to that calling, they became his children. ഏദനിൽ വെച്ച് പ്രോമിസ് ചെയ്ത പ്രോമിസ് അവൻ ക്രൂശിൽ വെച്ച് ഫുൾഫിൽ ചെയ്തു.
And the promise that was given to humankind in the Garden of Eden was fulfilled on the cross. പരിശുദ്ധാത്മാ പ്രോമിസ് ചെയ്തു, ജീവനും ഭക്തിക്കുമുള്ളതല്ല നിനക്ക് ഞാൻ തരാം. അവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And Holy Spirit, like He's granting us everything that we need for our life and godliness. പിതാവാം ദൈവം നമുക്ക് പ്രോമിസ് ചെയ്യുന്ന പ്രഷ്യസ് പ്രോമിസ് എന്നറിയാമോ? And the third, thirdly, the promise that I the will Father God give gives you eternal life. ഞാൻ നിനക്കൊരു നിത്യജീവൻ തരാം. And the precious promise that the കരമടിച്ച് Father ഈ God gave പ്രോമിസിനോ us is സ്വന്തം the eternal ചെയ്താട്ട് life. നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള പ്രോമിസ് നിത്യതയാണ്, നിത്യജീവനാണ്, തേജസ്സാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Hallelujah. Thank you, Lord, for the eternal promise of eternal life, Lord. കേട്ടെ, ഇനി കേട്ടോണേ, ഈ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് പ്രോമിസുകൾ അല്ലെങ്കിൽ മൂന്ന് ഗോഡ്ലി ലൈഫ് നയിക്കാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി നൽകിയിട്ട് പറയുകയാണ്. 4-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ വായിക്കാം. ഇവയാൽ ഈ പ്രോമിസുകൾ നിങ്ങൾക്കുള്ളതിനാൽ, 4-ന്റെ ലാസ്റ്റ് വാക്കുകളാണ്. 4-ന്റെ 2 Peter chapter 1. ലിസൺ, 1. ഞാൻ 1 ആണ് പ്രസംഗിക്കുന്നത് കേട്ടോ, 1 ആണ് പ്രസംഗിക്കുന്നത്. ഇവയാൽ ഈ പ്രോമിസുകൾ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഒമിറ്റ് ചെയ്യണം. ഒരു കാര്യം എന്താ പറയുക, ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? എസ്കേപ്പ് ചെയ്യണം. എസ്കേപ്പ് ചെയ്യേണ്ടത്. So because we are given all these things, 6, you have to stay away from one thing. What is that one thing? പറ, എന്താണ് നമ്മളെ ഒരു കാര്യം, ഈ മൂന്ന് പ്രോമിസ് തന്നതുകൊണ്ട് ഒരു കാര്യം നമ്മൾ എസ്കേപ്പ് ചെയ്യണം എന്ന് പറയുന്നു. So what is this that that we are escaping because we have all these promises? പറഞ്ഞാൽ ആർക്ക് പറയാൻ പറ്റും? വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? So the corruption that is in the world through lust is what we should stay away മറ്റേത് from. ഒരു കാര്യവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യുണൈറ്റഡ് ആകണം, ഷെയർ ചെയ്യണം, പാർട്ടേക്കേഴ്സ് ആണ്. ഇന്ന് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മൂലഭാഷയിൽ യുണൈറ്റഡ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. എന്താ അറിയാമോ? മറ്റൊരു കാര്യവുമായിട്ട് ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേണ്ടാതെ വെക്കുന്നു. വേറൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നായി മാറുന്നു. So when we take part in one thing, you have to stay away from another thing. എന്താണത്? So what is that you partake in? എന്നോട് ചേർന്ന് പറഞ്ഞ ഡിവൈൻ, മോനെ ഹാനിയലെ ചേർന്ന് ഡിവൈൻ ക്യാരക്ടർ, ഡിവൈൻ നേച്ചർ നമ്മളിലേക്ക് ഉണ്ടാവുക. So we become partakers of the divine nature. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എൻ്റെ സന്ദേശം ഇതാണ്. And in the next verses, സന്ദേശ തലവാചകം ഒരു ഭക്തൻ ഈ 5 മുതലുള്ള വാക്യത്തിന് ഒരു ഭക്തൻ കൊടുത്ത പദം ഇതാണ്: the staircase of divine character. so verses 5 onwards, one man called that as the staircases of divine character. ഒന്ന് ഒമിറ്റ് ചെയ്യുക, ഒന്ന് എസ്കേപ്പ് ചെയ്യുക. So you stay away from one thing ഒന്നിനോട് പങ്കാളിത്തം വഹിക്കാൻ and you തീരുമാനിക്കുക. become partaker of another thing. ആ ക്യാരക്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് In order to grow into the divine character, നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറണം. you have to follow some steps. സ്റ്റാർട്ടിങ് ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടുക. Number 1, ഒന്നാമത്തത് എന്താണ്? ഫെയ്ത്ത്. ക്രിസ്ത്യ ജീവിതം സ്റ്റാർട്ടിങ് വിത്ത് പറഞ്ഞാട്ട് ഫെയ്ത്ത്. so the first step is faith. ഒന്ന്, യേശു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. So number 1, you believe that there is a God. ദൈവം നിന്നെ കൂടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. And believe that there is a God who works for you. ദൈവം നിന്നെ, ഞാൻ പറയുന്ന പ്രവചനം എടുക്കുക, സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കണം. You believe that your God will heal you. ദൈവം നിന്നെ നടത്തുമെന്ന് വിശ്വസിക്കണം. Believe that God will lead you. ദൈവം വഴി തുറക്കുമെന്ന് വിശ്വസിക്കണം. That God will open doors. ദൈവം നിന്റെ കുഞ്ഞിന് വേണ്ടി കരുതുമെന്ന് വിശ്വസിക്കണം. That God will care for ക്രിസ്ത്യ your children. ജീവിതത്തിന്റെ പ്രഥമമായ പടമെന്ന് പറയുന്നത്, പടിയെന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. It is a faith in God which is the initial foundation step in Christian life. ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ പറയാൻ, ദൈവാത്മാവിനെ ഫെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളിനകത്ത് വരുന്ന ഒരു ചിന്ത, രാജാക്കാർ പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്. ഒരു അകമ്പടി നായകൻ, ശമരിയുടെ പടിവാതിക്കൽ ഒരു അകമ്പടി നായകൻ എലീശ പറഞ്ഞൊരു ദൂത് കേട്ടു. So in First Kings, there is a portion where this servant heard a prophecy. കേട്ടോണേ ആ അകമ്പടി നായകൻ പറഞ്ഞു, നോ നടക്കത്തില്ല. കാരണം 6-ാമത്തെ അധ്യായത്തിൽ 2 Kings ആണെന്ന് തോന്നുന്നു, ചാപ്റ്റർ 6 സ്വന്തം അമ്മ കുഞ്ഞിനെ പുഴുങ്ങി തിന്നുക. കാരണം ബിക്കോസ് ഓഫ് ഫാമിൻ, ക്ഷാമം കൊണ്ട് സ്വന്തം മക്കളെ ഇറങ്ങി തിന്നും. ക്ഷാമം വന്ന് നമ്മൾ മക്കളെ തിന്നും. ഒരിക്കലും പറ്റത്തില്ല. So because we don't have anything to eat, do we kill our children and eat? But in Samaria, the time is like that they were killing their children and eating because it was so much famine in the land. പ്രാവിന്റെ കാഷ്ടം ആരെങ്കിലും വില കൊടുത്ത് വാങ്ങിച്ചു എത്ര ക്ഷാമമാണെങ്കിലും? So do you think someone would pay to get the dung of the? സാഹചര്യം അതായതുകൊണ്ട് മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല. സാഹചര്യം അതാണ്. So the time was like that horrible that people had to even do that. ഈ ദൂത് അകമ്പടി നായകന്റെ തലയുടെ മുകളിലൂടെ പുറയിലിരിക്കുന്ന ഒരു 4 പേർക്ക് ഈ ദൂത് കേട്ടു.
Even though, the servant who heard it did not believe it, someone behind him overheard it and they മുമ്പിലിരിക്കുന്ന believed it. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഈ ദൂതിൻ പുറകോട്ടങ്ങ് പോകും. So if we, are the first hand receivers, ആ don't 4 believe പേര് it, it will go to കുഷ്ഠരോഗികളാ, someone else. they are lepers, കുഷ്ഠരോഗികളാ. So those 4 people who overheard this, they were lepers. ആ മനുഷ്യൻ അതിലെ ഒരുവൻ എന്റെ വിശ്വാസം ഗേഹസി. പാസ്റ്റർ ജോൺ തോമസ് നമ്മുടെ ഡോക്ടർ എലിസബത്തിന്റെ പപ്പ ഒരിക്കൽ വന്ന് പറഞ്ഞു അത് ഗേഹസി ആണെന്ന് തെളിയിച്ചു പുള്ളി ഇവിടെ. So like when Pastor John Thomas came, he proved it was Gehazi, and I also believe that it is Gehazi who believed, one of ഗേഹസി them. അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗി പറയുകയാണ് And one of the lepers said, ഇവിടെ കിടന്നാലും പട്ടിണി കിടന്ന് മരിക്കും. he said, even if we stay here, we will die of, ഈ like famine. ദൂതിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസിച്ച് നടന്ന് ശമരിയുടെ വാതിൽക്ക് ചെന്നാൽ ഈ ദൂത് കറക്റ്റ് ആണെങ്കിൽ കിട്ടിയ ഫുഡ് കിട്ടുകയും ചെയ്യും, നമ്മൾ ജീവിക്കുകയും ചെയ്യും. But they thought that if this prophecy is true, if we walk to that place, we might live because we will have food. മക്കളെ, കുഷ്ഠരോഗികളുടെ കേന്ദ്രങ്ങളിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. No, I have gone to visit the lepers in the leprosy centers. നമ്മുടെ സഭ സഹായിക്കുന്ന അല്ലെങ്കിൽ സാവ് ഫിലിപ്പ് സഹായിക്കുന്ന ബീഹാറിൽ ഒരു മിഷൻ വർക്കുകളുണ്ട്. ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അല്ലേ. അവരെ എപ്പോഴും എനിക്ക് ഫോട്ടോ ഇടും. നമ്മൾ ലെപ്രസി ടീമിനെ സഹായിക്കുന്നുണ്ട്, നമ്മുടെ ചർച്ച സഹായിക്കുന്നുണ്ട്. So our church, also supports Brother Sabu, supports one leprosy center in Bihar. They always send me pictures. കൈവിരലുകളില്ല. They don't have the fingers in their hand. നിങ്ങൾ എന്നോട് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പടങ്ങിയിരിക്കണം. കാലിലെ വിരലില്ല, കൈവിരൽ. ഇവർ ഈ കൈവിരലോ കാലുവിരലോ ഇല്ലാത്ത ഇവർ നടന്ന എന്തോ ശബ്ദം ഉണ്ടാകാൻ. So like when they walk, most of them lose their palms and feet, and if they walk, what kind of sound will it make? 4 പേര്. So 4 of them. ദൂതിന്റെ മുമ്പിൽ. But in the midst of in front of the message of ദൈവത്തെ God. അറിയാം കേട്ടോ. And this Gehazi knew God. എലീശയുടെ കൂടെ നടന്നപ്പോൾ ഗേഹസിക്ക് ദൈവത്തെ അറിയാം. This Gehazi knew God when he was with Elisha. ദൈവത്തെ ദൂതിനെ വിശ്വസിച്ചു. And he believed in the word of God. അവർ നടക്കാൻ തുടങ്ങിയപ്പോൾ They started walking. ആരാം സൈന്യം കേട്ട് എന്തെന്നറിയാമോ? You know what did the army ഒരു of വലിയ Aramites heard? സൈന്യം നടന്നു വരുന്നത് പോലെ അവർക്ക് തോന്നി. To the Aramites it felt like a big army is walking toward them. വിശ്വാസമുള്ളവന്റെ നടത്തയുണ്ടല്ലോ ശത്രുവിന്റെ പാളയം തകർക്കും. If you walk with faith, like the army of വിശ്വാസമുള്ളവന്റെ നടത്തം, വിശ്വാസമുള്ള നടത്തം. ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തു. വിശ്വാസമുള്ളവന്റെ നടത്തം ശത്രുവിന്റെ പാളയത്തെ തകർക്കുവാൻ കഴിവുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദൈവത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. എന്റെ ദൈവത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. എന്റെ ദൈവത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുക. വിശ്വാസത്തോടെ ക്രിസ്തീയത വളരട്ടെ. Hallelujah. Thank you, Jesus. വിശ്വാസത്താൽ ക്രിസ്തീയതയിൽ വളർച്ച പ്രാപിക്കണം. So by faith we have to grow in our Christian life. ഞാൻ പറഞ്ഞു വിടുക. Let me move forward. ക്രിസ്തീയതയിൽ വളരാൻ വേണ്ടിയിട്ട്, In order to grow in our Christian life, ഡിവൈൻ ക്യാരക്ടറിലേക്ക് വളരാൻ വേണ്ടിയിട്ട് to grow into divine character, വിശ്വാസം, faith, അടുത്ത എന്താ? വിശ്വാസത്തോട് മോറൽ എക്സലൻസ്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ നന്മ എന്ന പറ, നന്മ ആഡ് ചെയ്യണം. so we have to add moral excellence or goodness to it. നമ്മുടെ സത്യവേദ പുസ്തകത്തിന്റെ മലയാളത്തിൽ വീര്യം എന്ന പദമാണ്, വീര്യം. So in our Malayalam Bible it's written as veeryam. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ In verse 5. മോറലായിട്ടുള്ള നന്മ എന്ന പദത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. But in root translation it's moral excellence. ടൈപ്പ് ചെയ്തിട്ടോ. മൂന്നാമത്തത്, The third one, അതിനോട് കൂടെ അടുത്ത കൂട്ടേണ്ട എന്താ? knowledge. ഡിവൈൻ നോളജ്, ദൈവത്തെ കുറിച്ചുള്ള അറിവ്, പരിജ്ഞാനം So വർദ്ധിക്കണം. divine knowledge to this moral excellence. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്നൊരു അറിവ് പ്രാപിക്കണം കേട്ടോ. So we all have to have Amen, understanding amen, amen. of the God that ഞാൻ we സേവിക്കുന്ന serve. ദൈവം ആരാണെന്ന അറിവിലാണ് നമ്മൾ വളർച്ച പ്രാപിക്കുന്നതെന്ന്. So we grow when we know who do we serve, whom do we serve. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വീഴുമ്പോൾ ആദ്യം ചോദ്യം എന്തറിയാമോ? When Paul fell down at the gate of Damascus, what Who was the you are? നീ ആരാ യേശുവേ? No, who are you, Jesus? He asked. ജീവിതത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞ പദമുണ്ട്. In the book of Timothy we read I know who I am served. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. Paul confirms that I know whom I believe, whom I serve. കൊലോസ്യരുടെ 3-ാം അധ്യായത്തിൽ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, In the book of Colossians he says, എനിക്ക് അവനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. I want to know more about him. ജീവിതത്തിൽ ക്രിസ്തീയത്തിന്റെ വളർച്ച യേശു ആരാണെന്ന അറിവിലാണ്. And a Christian life, we grow by the knowledge of God. ഞാൻ പിന്നെ അത് വിശദീകരിക്കാം. I'll explain it further later. അതിന്റെ കൂടെ ഈ ദൈവിക അറിവിന്റെ കൂടെ അടുത്ത 4-ാമത്തെ കാര്യം, The fourth thing that we have to add is ക്രിസ്തീയത്തിന്റെ വളർച്ചയുടെ 4-ാമത്തെ സ്റ്റെപ്പ് ഇന്ദ്രിയൻ സെൽഫ് കൺട്രോൾ. self-control in verse 6. 6-ാമത്തെ കാര്യം, The sixth thing, 6th ആണോ 5th one,
അടുത്തത് സ്റ്റെബിലിറ്റി, സ്ഥിരത എന്നൊരു പദമാണ് മലയാളത്തിൽ. ഓർ പെർസ്യൂവറൻസ് എന്ന പദം. Stability or perseverance. ഇന്ന് ഡോക്ടർ റോണി ആ വാക്യം വായിച്ചു. റോമാലേഖനം 5:3 വാക്യം. Romans chapter 5 verse 3. We read that earlier today in English sermon. ഈ സ്ഥിരത എന്ന വാക്കിന് മലയാളത്തിലെ കറക്റ്റായ അർത്ഥം കഷ്ടത സഹിക്കാനുള്ള സ്ട്രെങ്തിന് പറയുന്ന പേരാ സ്റ്റെബിലിറ്റി. No, perseverance or stability is the strength to bear sufferings or to suffer hardship. ഇത് ആരാ തരുന്നേ? Who gives you that? കഷ്ടതയിൽ ആരാ തരുന്നേ ഇത്? Who gives you that strength to bear it? റോമാലേഖനം 15:6 വാക്യം കാണിച്ചേ മോനെ. Romans chapter 15 verse 6. റോമാലേഖനം 15:6 വാക്യം കാണിച്ചേ. Romans chapter 15 verse 6. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ഒരു ദൈവം. No, it is God, who gives us, കഷ്ടതയില്ല നല്ല പറഞ്ഞത്, കഷ്ടതയിൽ ആശ്വാസവും സ്ഥിരതയും ദൈവമുണ്ടെന്ന്. No, it is not that we don't have any suffering. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകല് ദൈവം ചിലരെ ഒന്ന് ഉറപ്പിച്ചു നിർത്തട്ടെ. കഷ്ടതയുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. Amen, amen. With the comfort that we receive in our sufferings is what God stabilizes with. റോമാലേഖനം 5:3 താൻ വായിച്ച വാക്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. എന്താണ് പറയുന്നത്? കഷ്ടത, സിദ്ധത. ഈ സിദ്ധത, കഷ്ടത, സിദ്ധത എന്ന പദം കൊടുത്തിരിക്കുന്നത് സഹിഷ്ണുത. അവസാനം സഹിഷ്ണുത നമുക്ക് പ്രൂവൻ ക്യാരക്ടറിലേക്ക് പോകുന്ന അല്ലേ? അങ്ങനെയല്ലേ എന്റെ അർത്ഥം? ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നു. Tribulations, works, patience and patience leads us to character. അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഡിവൈൻ ക്യാരക്ടറിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ഒരു സ്റ്റെപ്പാണ് സഹിഷ്ണുത, പെർസീവറൻസ്, സ്ഥിരത എന്ന് പറയുന്നത്. So perseverance is like how we grow in our Christian life. അടുത്തത് or to divine character. അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഞാൻ വായിക്കുകയാണ്. And adding to it, അതിന്റെ കൂടെ എന്ത് ചെയ്യണം? godliness, ദൈവഭക്തി ആഡ് ചെയ്യുക. So to that you add godliness. സഹോദര പ്രീതി ആഡ് ചെയ്യുക. And you add brotherly kindness to it. ലാസ്റ്റ് അഗാപ്പെ ആഡ് ചെയ്യുക. And you add agape love to it. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ഞാൻ ഇതെല്ലാം വിശദീകരിക്കാം, മറ്റു സമസ്യ വിശദീകരിക്കാം. ഈ അടുത്ത വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. ഇവ നിങ്ങൾക്കുണ്ടായി. ഞാൻ വായിക്കുന്ന വേഴ്സ് 8 ആണ്. ഇവ നിങ്ങൾക്കുണ്ടായിട്ട്. And if you grow in this, വീണ്ടും ഗ്രോ, വർദ്ധിക്കുന്നുവെങ്കിൽ. and if you increase in these things, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ മോനെ NLT വേർഷൻ ഒന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? ആ വാക്യം, എട്ടാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചേ. The more you grow like this, the more productive and useful you will be in your knowledge of our Lord Jesus. The more productive and useful you will be. ഹലോ, ഇവ നിങ്ങൾക്ക് ഉണ്ടായി. If these qualities are yours, ഈ സ്റ്റെപ്പുകളെല്ലാം കേറി മേലോട്ടുണ്ടായിട്ട്, and you increase in these qualities, ദൈവസ്നേഹ അഗാപ്പെ ലവിലേക്ക് ഒന്ന് വരുമ്പോൾ, and when you increase in the love, നമ്മൾ പ്രൊഡക്റ്റീവ് ആകും. and you will become more productive. നമ്മൾ എന്തായി? യൂസ്ഫുൾ ആകും. You become more useful. ഇല്ലാത്തവൻ എന്താകും? അടുത്ത വാക്യം വായിച്ചേ, എന്നോട് വായിച്ച് സഹായിച്ചേ. And those who doesn't have it, what happens? ഇല്ലാത്തവൻ എന്തായി മാറും? വായിച്ചോ. ബ്ലൈൻഡ്. അപ്പം ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോന്നോ? So when if it says if it becomes blind, do we become blind or what? കണ്ണു പൊട്ടിപ്പോന്നല്ല പറഞ്ഞേ. It's not that spiritual vision തീർന്നു. So those who does not try to grow, their spiritual vision ends അവർക്ക് there. ഹ്രസ്വമായ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അടുത്ത് ഏറ്റവും അടുത്തുള്ള ആരാ? ഏറ്റവും അടുത്ത് പാസ്റ്റർ, ഏറ്റവും അടുത്ത് എപ്പോഴും ഉള്ള ആരാ? പാസ്റ്റർ അടുത്തുള്ള ആരാ? മധു, പിന്നെ പ്രിൻസി, പിന്നെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എന്നെ കൂടെ കാണാൻ പറ്റും അല്ലേ? സ്വത്രം. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഹ്രസ്വദൃഷ്ടിയാണ് പ്രശ്നം ഇപ്പം. എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തുള്ള ചിലർക്ക് കണ്ടില്ലേ കണ്ണാടി വെക്കുന്ന അടുത്തുള്ള കാര്യം. So some people use their glasses for nearsightedness, some use for farsightedness. ആത്മീയ കാഴ്ചപ്പാടുള്ളവരായി മാറുന്നത് ദൂര കാഴ്ചയുള്ളവരായി മാറും. So those who grow in these qualities, they can see far, they have far spiritual vision. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പഴയ ആൾക്കാർക്ക് അറിയാമെങ്കിലും എൻ്റെ ഒരു കോട്ടാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, മരിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു കോട്ട് പാസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ഒരിക്കലും കർത്താവ് വരത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുക. So we plan projects, that God is not going to come soon. കർത്താവ് ഇന്ന് വരുമെന്ന് പറഞ്ഞ് വിശുദ്ധി ജീവിക്കുക. But we have to live a holy life as if God will return today. അടുത്ത വർഷം എൻ്റെ കുഞ്ഞ് കർത്താവ് വന്നില്ലെങ്കിൽ
എൻ്റെ കുഞ്ഞുങ്ങൾ വളരും, അവർക്ക് വിവാഹിതരാവും, അവർക്ക് മക്കളുണ്ടാകും, അവരിലൂടെ ആയിരങ്ങൾ ഈ പട്ടണത്തിൽ ദൈവത്തെ അറിയും, അവർക്ക് ഇരിക്കാൻ സ്ഥലം വേണം, അവർക്ക് ആരാധിക്കാൻ സ്ഥലം വേണം, അവർ ദൈവത്തെ സ്തുതിക്കണം. തലമുറകളെ കുറിച്ചൊരു കാഴ്ചപ്പാട് ആത്മീയ വിഷയമുള്ളവർക്ക് ഉണ്ടാകണം. So like those with that vision, we should plan as if God will use our generation to bring many thousands from Albany to His glory, and they need to worship a place. They need to have a place of worship. എല്ലാവർക്കും ആ വിഷൻ ഉള്ളവരാ. നിങ്ങളെല്ലാം വിഷണറിമാരാണ്. And we are all visionaries. We all have that great vision. ഡോക്ടർ റോണി, താങ്കൾ എന്തിനായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ താൻ എന്തായാലും കുറച്ചൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. വലിയ എമൗണ്ട് സമ്പാദിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സമ്പാദിച്ചു. എന്തിനാണ് സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ പുള്ളി പറയും, എനിക്ക് 4 മക്കളാ പാസ്റ്ററെ, 4 മക്കളാ പാസ്റ്ററെ. So if you ask Dr. Ronnie why he works very hard, he will tell us that he has 4 children. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നവരല്ലേ? So don't we care about our children? അല്ലാത്തവർ സമ്പാദിക്കണം. തലമുറക്ക് സമ്പാദിച്ചു വെക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. So Bible also teaches us that we have to care about our children. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ പോലെ ആകരുതെന്നാണ് ബൈബിൾ പറയുന്നത്. Bible teaches us about we shouldn't be like those who without any thoughts. മക്കളെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ചിന്ത നമുക്ക് ഉണ്ടാകണം. We must definitely think about our future. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാകുന്നവരാണെങ്കിൽ, and if we are such people who care about our children, നിങ്ങൾ ആരാധിക്കുന്ന സഭയെ കുറിച്ച്, സഭയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? and we also must think about the future of the church. ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തയുണ്ടോ? Do we care about the kingdom of God? ആക്റ്റീവായിട്ട് വരാൻ തീരുമാനിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിന്റെ വീട്ടിൽ പോയി ആരോ പറഞ്ഞു ഇവിടെ പോരെന്ന് പറഞ്ഞു. തെലുങ്ക് സർവീസ് വന്ന ഒരു കുടുംബം ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരുന്ന അങ്ങ് പോയല്ലോ, ആത്മാവ് അങ്ങ് പോയല്ലോ. സ്വത്രം ചെയ്താണ്. സ്വത്രം. നമ്മുടെ സഭയുടെ ഫ്യൂച്ചർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ നമുക്കറിയാമോ? Do we care about the future of our children? ഹ്രസ്വദൃഷ്ടി അല്ല, അതും വേണം. അടുത്തുള്ളതൊന്നും കാണണം കേട്ടോ. അപ്പനും അമ്മയും കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അമ്മയും മക്കളെയും ഭാര്യയും മക്കളെയൊക്കെ അത് കാണണം. അപ്പോൾ തന്നെ ദൂരെ ഉള്ളത് കാണണം. ദൂരെയുള്ള സ്വത്രം പറഞ്ഞോ, സ്വത്രം പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി. സ്വത്രം പറഞ്ഞോ പറ്റുന്നത് പറഞ്ഞാൽ മതി. വിഷനുള്ളവരായി മാറുക. വിഷനുള്ളവരായി മാറുക. കേട്ടെ, എൻ്റെ 9ാമത്തെ വാക്യം, അടുത്ത വാക്യം ഒന്ന് വായിച്ച മക്കളെ. അടുത്ത വാക്യം, അങ്ങനെ ഇങ്ങനെയുള്ളവർ പ്രോഡക്റ്റീവായി മാറും, യൂസ്ഫുള്ളായി മാറും. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ വായിച്ചു. അവിടെയാണ് പറഞ്ഞത്. എന്നിട്ടാണ് കൺക്ലൂഷൻ പറഞ്ഞത്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വിളിയും തെരഞ്ഞെടുപ്പും അധികം എന്ത് ചെയ്യണം? നിങ്ങളെ വളരാൻ വിളിച്ചാണെന്ന് സ്വന്തം പറഞ്ഞാട്ട്. വളരാൻ വിളിച്ചു. തൊട്ടടുത്തിരിക്കുന്ന തൊട്ട് പറഞ്ഞിട്ട് വളരാൻ വിളിച്ചെന്ന് പറഞ്ഞു. So tell your neighbor that you are called to grow. വളരണമെന്ന് പറഞ്ഞു. വളരണം മോനെ, വളരണം. പറ. Tell your neighbor that you should grow. മാടി പറഞ്ഞു തൊട്ട് പറഞ്ഞു. ടച്ച് ഹർ. വളരണമെന്ന് പറഞ്ഞു. So we should all grow. തൊട്ട് പറഞ്ഞു വളരണമെന്ന് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ പറ്റൂ. ഹോളിനകത്തിരിക്കുന്ന തൊട്ട് പറയണം, ഞങ്ങൾക്ക് വളരണം. ആത്മീയത്തിൽ ഇൻ ക്രൈസ്റ്റ് വളരണം. കർത്താവിൽ വളരണം. സ്വന്തം പറഞ്ഞേ, വളരണം പറഞ്ഞേ. ഞങ്ങൾക്ക് വളരണം. ആത്മാവിൽ വളരണം. ആമേൻ. അപ്പൊ അതിന് വളരാൻ വേണ്ടി വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെ വിളിയും തണ്ടപ്പോൾ ഉറപ്പാക്കണം. And you have to confirm your calling. ഈ പത്രോസ് ലേഖനത്തിൽ തന്നെ കുറിക്കുന്നതിനെ കുറിച്ചോ പത്രോസ് ലേഖനത്തിൽ തന്നെ പിന്നെ 5 ഒന്നാമത്തെ ലേഖനം, ഞാൻ പറഞ്ഞ 1-ാമത്തെ ലേഖനത്തിൽ in First Peter 5 പുള്ളി എന്തിനാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. What is the purpose of calling? It says what is the purpose of our calling. 1 പത്രോസ് 1:14-15 വാക്യം നോക്കി. Chapter 1 verses 14 and 15. എന്താണ് അത് വായിക്കുന്നത്? നിങ്ങളുടെ അജ്ഞാനകാലത്തെ ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ പഞ്ചവാക്യം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിക്കാനാണ് വിളിച്ചത്. So God called us to be holy in all manner. He called us എന്ന പദം നമ്മൾ കേട്ടല്ലോ. എന്തിനാ കർത്താവ് വിളിച്ചത്? So he has called us to be holy. ഒന്ന്, വിശുദ്ധരായി നടക്കാൻ. To be holy, to walk holy. 2, Number 2, കർത്താദാസൻ പറഞ്ഞ വാക്യം First Peter chapter 2 verse 9. First Peter chapter 2 verse 9. അവിടെ പുറത്തുനിന്ന് എങ്ങോട്ട് വിളിച്ചു, എന്തിനു വിളിച്ചു, എന്താ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ മതി. What is the purpose of his calling? എന്താ അവന്റെ വിളിയുടെ തെരഞ്ഞെടുപ്പ്?
ദൈവത്തിന് എന്തെങ്കിലും സൽഗുണം ഉണ്ടോ പറയാൻ? So is there any goodness in God that we should proclaim? ഹലോ, നമ്മുടെ ദൈവത്തിന് വല്ല സൽഗുണം ഉണ്ടോ എന്ന് പറയാൻ? Does our God has anything good in him? നമ്മുടെ that we should- ദൈവത്തിന്റെ സൽഗുണം അവൻ നിന്നെ രക്ഷിച്ചതാണെന്ന് So it is that he saved us. ഇന്ന് പകൽ വിളിച്ചുറക്കെ പറയണം, യേശുവിനെ കുറിച്ച് സൽഗുണമല്ലാതെ വേറെ ദുർഗുണം പറയാനില്ല ഞങ്ങൾക്ക്. Hallelujah. Praise the Lord. ചോദ്യം, ഈ ആഴ്ച സൽഗുണം പറഞ്ഞ എത്ര പേരുണ്ട്? അത് ഈ ആഴ്ച ഔട്ട്റീച്ച് മിനിസ്റ്റർ ഉണ്ടായതുകൊണ്ട് ഒത്തിരി പേര് പറഞ്ഞു, എനിക്കറിയാം. ഒത്തിരി പേര് പറഞ്ഞു, ഒത്തിരി പേഴ്സണലായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഈ സൽഗുണം ഒന്ന് പറഞ്ഞ ഒരാളോട് പറഞ്ഞ ആളെന്ന് പറഞ്ഞ കൈ പൊക്കാമോ? കഴിഞ്ഞ മാസം പറഞ്ഞേ Do we care കൈ about പൊക്കണ്ട. sharing this എനിക്ക് goodness നാണക്കേടാ. of താങ്ക് യു God? മാമേ, താങ്ക് യു മാമേ. കൈ പൊക്കണ്ട ഇനി ആരും. കാരണം പുറത്തുനിന്ന് ആളുണ്ടല്ലോ, എനിക്ക് നാണക്കേടല്ലേ. ഒരു മിഷൻ ചർച്ച എന്നാ എടുത്ത് പറയുന്നത്, മിഷൻ ചർച്ചയാണ്. നമ്മുടെ മിഷൻ നമ്മൾ അറിയണം. So we must be We aware never of our forget mission. our mission. സഹോദരന്മാരെ, നിങ്ങളുടെ കൊളീഗ്സിനോട്, നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ, വളരെ ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നു, വളരെ ഉത്തരവാദിത്തോടെ ദൈവം തന്ന നിയോഗത്തിൽ എന്നെ വിളിച്ച വിളിയുടെ ഉത്തരവാദിത്തം ഞാൻ വിളിച്ചു പറയുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച് സ്വന്തം മക്കളാക്കി തീർത്ത് ഹിസ് ഓൺ പൊസഷൻ ആക്കി തീർത്തതിന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്, കർത്താവേ, Hallelujah. യു ആർ ഗുഡ്. നീ നല്ല ദൈവമാ, നിനക്കൊരു ദോഷം എനിക്ക് പറയാനില്ല. അതുകൊണ്ട് എനിക്കൊരാളോട് ഇത് പറയണം, എനിക്കൊരാളോട് പറയണം, Amen. എനിക്കവിടെ പറയണം. എന്നെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ എനിക്കറിയാം. Hallelujah. Hallelujah. ഞാൻ ഇന്നും പകലും നിങ്ങളോട് പറയുന്നു, നൂറുകണക്കിന് മനുഷ്യർ 3 ലൈവ് സർവീസുകൾ ലൈവിൽ കാണുന്നുണ്ട്. ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം, യേശു ദോഷമായി ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. യേശുവെ പോലെ മറ്റൊരു ദൈവമില്ല. ഒരു ഹീലർ വേറെയില്ല, ഒരു രക്ഷിതാവ് വേറെയില്ല, ഒരു സഹായിക്കുന്ന വേറെയില്ല. ആ യേശുവിനെ ആര് സേർവ് ചെയ്യുന്നോ അവന് അന്ധകാരത്തിൽ നിന്ന് വിടുതലുണ്ട്. ആ യേശുവിനെ സേവിക്കുവാൻ ഞാൻ നിങ്ങളെ ഇന്ന് പകൽ വിളിക്കുകയാണ്. God is good and he has chosen, he has delivered us out of darkness and placed us in the light, and we serve that living God. മൂന്നാം അധ്യായം 9-ാം വാക്യം. എല്ലാ രാവിലെയും പ്രഭാത പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മറന്നുപോകാതെ ബൈബിൾ കുടിച്ചാൻ ഉരുവിടുന്ന ഒരു വാക്യമാണിത്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1 Peter chapter 3 verse 9 that we would always ശകാരത്തിന് say പകരം that ശകാരവും ദോഷത്തിന് പകരം ദോഷവും ചെയ്യാതെ, അടുത്ത വാക്യം പറഞ്ഞ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത്. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പറഞ്ഞേ അടുത്തിരിക്കുന്ന വ്യക്തിയെ തൊട്ട് പറ, ഗോഡ് ബ്ലസ് യു എന്ന് പറ. ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി എന്ന് പറ. ദെൻ ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ചർച്ച് എന്ന് പറ. തൊട്ട് പറഞ്ഞേ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറ. നമ്മുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം പകരപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹം പകരപ്പെടുകയാണ്. തൊട്ട് നിങ്ങൾ പറഞ്ഞ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് പകൽ ഈ ഹോളിനകത്ത് നിന്ന് അനുഗ്രഹം പ്രാപിക്കാതെ ഒരൊറ്റയാൾ ഇറങ്ങിപ്പോകല്ല. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, തൊട്ട് പറയുക, നമ്മൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് പകൽ ഈ ഹോളിനകത്ത്, ഈ മണ്ഡലത്തിനകത്ത് ദൈവ സാന്നിധ്യമായി ഇറങ്ങി വരികയാ. കരമനടിച്ച് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കും. അല്ല, കരമനടിച്ച് അനുഗ്രഹിപ്പാൻ വിളിക്കപ്പെട്ടവരാകയാ നമ്മൾ അനുഗ്രഹിക്കുന്നവരാകുവീൻ. ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്താൽ ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെടും. No, you will be blessed by God if you are listening to us today. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പകരുകയാണ്. We bless you in the name of Jesus today. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പകരുകയാണ്. We bless you in the name of Jesus today. യേശുവിന്റെ നാമത്തിൽ നീ ഹീൽ ചെയ്യാൻ പോവാ. No, in the name of Jesus you will യേശുവിന്റെ be നാമത്തിൽ healed. നീ ഇന്ന് പകൽ രക്ഷ പ്രാപിക്കാൻ പോവുകയാണ്. You are going to be saved in യേശുവിന്റെ നാമത്തിൽ Jesus' നിന്റെ name. ആത്മഹത്യ മാറുകയാണ്. And your suicidal യേശുവിന്റെ thoughts are നാമത്തിൽ being നിന്റെ മുമ്പിൽ removed. വഴി ഓപ്പൺ ആവുകയാണ്. No, your ways are open. Doors are Hallelujah. opening today. Hallelujah. മൂന്നാമത്തേത്, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം. So we are called to be blessed. Number 3. നാലാമത്തേത്, Number 4. നാലാമധ്യായം ദൈവദാസൻ വായിച്ച വാക്യം 4:12 മുതൽ വാക്യങ്ങൾ. Chapter 4 verse 12 onwards. അല്ലെങ്കിൽ 1 പത്രോസ് ഈ രണ്ടാം അധ്യായം 21-ാമത്തെ വാക്യം കാണിച്ചേ മോനെ. Or chapter 2 Peter chapter 2 verse 21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിനായി കഷ്ടം അനുഭവിപ്പാൻ വിളിച്ചെന്നാ പറയുന്നത്. So like you are called to suffer for his name. 4:12 മുതൽ അത് വിശദീകരിക്കുന്നുണ്ട്. And chapter 4 verse 12 onwards in 1 Peter it explains it. അഞ്ചാമത്തെ കാര്യം, The 5th thing. പാട്ടുകാർ വന്നോട്ടെ. അഞ്ചാമത്തെ കാര്യം എന്താ അറിയാമോ? ദിവ്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചു.
So you are called for eternal glory. നിത്യ തേജസ്സിനായി ദൈവം വിളിച്ചു. No, you are called for eternal glory, chapter 5, verse 10. ഇനി പറയുകയാണ്, പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 1-10 വാക്യം, നമ്മുടെ കുറിവാക്യം. Now if you come back to chapter 1, verse 10, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ എന്ത് ചെയ്യുക? you have to confirm your calling. 2 പത്രോസ് 1-10 വാക്യം. 2 Peter chapter 1, verse 10. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഞാൻ ഇങ്ങനെ പറയാം, 7 കാര്യം പറയാം. നിങ്ങളെ വളരാൻ വേണ്ടി വിളിച്ചതാണ്. You are called to grow, അനുസരണമുള്ള മക്കളായി തീരാൻ വിളിച്ചതാണ്. നമ്മൾ വായിച്ച വാക്യം to പറയുന്നത്. become obedient children, വിശുദ്ധി നടക്കാൻ വിളിച്ചതാണ്. to walk in holiness, സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വിളിച്ചതാണ്. to proclaim his goodness, കർത്താവിനായി കഷ്ടം അനുഭവിപ്പാൻ വിളിച്ചതാണ്. to suffer for his name, മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനും അനുഗ്രഹം അനുഭവിപ്പാനും വിളിച്ചവരാണ്. and to bless others and to bless, be a നിത്യ blessing. തേജസ്സിനായി നമ്മൾ വിളിച്ചതാണ്. For eternal glory you are called. ഇനി 11-ാമത്തെ വാക്യം കാണിച്ചേ, കൺക്ലൂഷൻ. Now verse 11. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, And if you practice this, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, if you practice this, എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊന്ന് കൂട്ടി കൊണ്ടുവന്ന് ദൈവം വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ജീവിച്ചാൽ, and if you would make sure that you grow each and every day in this thing, എന്താ കിട്ടുന്നേ? what would you receive? എന്താ കിട്ടുന്നേ? And You receive a rich welcome. you receive a rich welcome and entrance. ഒരു ഗ്രാൻഡ് വെൽക്കം കിട്ടും. You will receive a grand welcome. എവിടത്തേക്ക്? To where? എവിടത്തേക്ക്? To where? പറഞ്ഞേ. Amen. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ പ്രതീക്ഷ എന്താ? Now what is our hope? നമ്മുടെ പ്രതീക്ഷ എന്താ? നമ്മളിവിടെ What is our പരദേശി. hope? നമ്മളിവിടെ We പരദേശി. are strangers in a foreign land here. ഈ 2-ാമത്തെ ലേഖനം 1-ാമത്തെ വാക്യത്തിൽ ഇവരെ, ഈ ലേഖനം വായിക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്ന പദം നിങ്ങൾ പരദേശികളെന്നാ. So like this is what Apostle Peter introduces, that you are foreigners and strangers in this land. അവർ പരദേശിയാണെങ്കിൽ അവർ വേറൊരു ദേശം കാത്തിരിക്കുന്നവരാ. So if they are strangers, that means foreigners, that means they have their own land that they're waiting for. നമ്മളെല്ലാം We are all സ്ഥിരവാസക്കാര്. We are all permanent citizens here. We are foreigners. No, we are foreigners here. Hallelujah. Amen. We are waiting for other city. We are waiting for our own city. നമ്മുടെ ഒരു പട്ടണം കാത്തിരിക്കുക നമ്മൾ. Amen, amen. അവിടത്തേക്ക് ഒരു warm welcome. Amen, hallelujah. അവിടത്തേക്ക് ഒരു grand welcome. Amen. അവിടത്തേക്ക് ഒരു rich welcome കിട്ടണമെങ്കിൽ Hallelujah. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നത് അറിയാമോ? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ആദ്യം ഉറപ്പാക്കിക്കൊള്ളണം. We have to confirm our calling and our choosing. ഈ സ്റ്റെയർ കേസിലൂടെ ഇങ്ങനെ കേറി വന്ന് And walking the stairs one by one. ഡിവൈൻ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തുമ്പോൾ, As we are like in the divine character, ഒരു warm welcome. we will receive a rich welcome. എത്ര പേർക്ക് ഇന്ന് പകൽ വേണം ഒരു warm welcome? Hallelujah. How many of us ദൈവരാജ്യത്തിലേക്ക് will ഒരു rich welcome to the eternal നിത്യ kingdom? തേജസ്സിനായി വിളിക്കപ്പെട്ട തന്റെ ജനത്തിന് ഒരു warm welcome നിത്യ തേജസ്സിലേക്ക് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തെ ഇന്ന് പകൽ സ്തുതിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഴയ ഒരു ഭക്തൻ എഴുതിയ ഒരു പാട്ടുണ്ട്, ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോര്. ആ പാട്ട് നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാൻ പോയി. പാടാൻ സഹായിക്കാൻ വന്നതെന്ന് പറഞ്ഞ്, നിങ്ങൾ ഈ ഭൂമിയിൽ പരദേശികളാണ്. നമ്മളൊരു വലിയ ഒരു കൺട്രിക്ക് വേണ്ടി, ഒരു സിറ്റിക്ക് വേണ്ടി, ഒരു പ്ലേസിന് വേണ്ടി, വീടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവിടെ എൻട്രി ചെയ്യാൻ ചെല്ലുമ്പം ഇടറി പോകരുത്. ഇവിടെ അങ്ങനെ പറഞ്ഞത്, ഒരു നാൾ നിങ്ങൾ ഇടറി പോകത്തില്ല എന്ന് പറഞ്ഞാൽ, എന്നെ കയറ്റുമോ കയറ്റത്തില്ലയോ, എന്നെ റിസീവ് ചെയ്യുമോ റിസീവ് ചെയ്യത്തില്ലയോ, എന്നെ അവിടെ ഒന്ന് കയറ്റാമോ എന്ന് ആശങ്കപ്പെട്ട് ശങ്കിച്ച് നിൽക്കുന്ന അത് രംഗമൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ഇത്ര കിടന്ന് ഓടി അധ്വാനിച്ച് കാശും കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട്, എന്നെയും കൂടെ പാസ്റ്റർ കല്യാൺ കയറി പോകുന്നു, ഞാൻ ബാക്കിൽ പോകുന്നു പറയാണ്, എൻ്റെ ഫ്രണ്ടാണ്, എന്നെയും കൂടെ പ്ലീസ് വെയിറ്റ്, ഞാൻ നോക്കട്ടെ. ഇത് വെയിറ്റ് ഒന്നുമില്ല, എന്നെ കാണുമ്പോഴേ ജസ്മാൻ സ്വന്തം മാമേ, നമ്മളെ കാണുമ്പോഴേ വാം വെൽക്കം. ഓ റാബ ഷഖോലാസിയ, ഒരു ഗ്രാൻഡ് വെൽക്കം. എന്താ ഈ റിച്ച് വെൽക്കം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ റെഡ് കാർപ്പറ്റ് ഇട്ട് ക്ഷണിക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ? ഞങ്ങൾ ഇടയ്ക്കൊക്കെ പറയുന്നത് റെഡ് കാർപ്പറ്റ് ഇട്ട് ക്ഷണിക്കുന്നത് കണ്ടിട്ടില്ല? റെഡ് കാർപ്പറ്റ് നമ്മളങ്ങോട്ട് വന്നിറങ്ങുമ്പോഴേ ഫ്ലൈറ്റ് ഇറങ്ങി. എനിക്കങ്ങനെ ഒരു സ്വീകരണം കിട്ടി. ഇവിടെ പ്രവീണിൻ്റെ കല്യാണത്തിന് ഞാൻ നാട്ടിൽ പോയി. അവരുടെ സീനിയർ പാസ്റ്റർ എന്ന രീതിയിൽ എയർപോർട്ടിൽ ചെന്നിറങ്ങി. ഞാൻ മദ്രാസ് എയർപോർട്ടിൽ അങ്ങോട്ട് ചെന്നിറങ്ങി. വെള്ളോട്ട് ഞാനിങ്ങനെ പെട്ടിപ്പിടിച്ച് ചെല്ലുമ്പോൾ കാണാം പ്രായമുള്ളൊരു അപ്പൻ, ഒരു ബൊക്കയും ഒരു പൂവും
ആ പുള്ളിയുടെ കൂടെ 2 പേര്. പുള്ളി ഞാൻ സാധാരണ ഒരു ഷർട്ടൊക്കെ ഇട്ടും പുള്ളി നല്ല സൂട്ടൊക്കെ ഇട്ട് എൻ്റെ മുമ്പിലോട്ട് വന്ന് ഒരു റോള് റെഡ് കാർപ്പറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ പ്രൊമോട്ട് നടക്കുകയാണ്. പക്ഷെ പുള്ളി പറഞ്ഞു പാസ്റ്റർജി കം കം കം. ഞാൻ മാറി നടക്കാൻ ശ്രമിക്കുകയാണ്. കാരണം പുള്ളി റെഡ് കാർപ്പറ്റിനകത്ത് തന്നെ ഇട്ടിട്ട് 2 കൈയിലും പിടിച്ച് എനിക്കൊരു ഡ്രൈവറും ഒരു അന്നത്തെ CNAയുടെ വണ്ടിയും തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർജി ഈ പുള്ളി ഹോട്ടലിൽ കൊണ്ടെത്തിക്കും, വൈകിട്ട് കല്യാണത്തിന് സമയത്ത് കൊണ്ടുവരും. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കേട്ടോ. കർത്താവിനെ സേവിച്ചതിൻ്റെ ഗർഭത്തിൽ ആ പ്രവീണിനെ ഞാൻ ശാനപ്പെടുത്തിൻ്റെ ഗർഭത്തിൽ എനിക്ക് എന്നെ കാണുന്ന ആ ഹോട്ടൽ റൂമിൽ കയറി ഞാൻ കണ്ണട ഇരുന്ന് കരഞ്ഞു പോയി. കർത്താവേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രാണം നൽകിയ ദൈവം, അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്നേഹിച്ച ആ ദൈവം, ഒന്നിനും കുറവില്ല നടത്തും ദൈവം, എൻ്റെ റോള് വിളിച്ച് ഞാൻ ആ തീരത്ത് ചെല്ലുമ്പോൾ ഒരു വാം വെൽക്കം, ഒരു ഗ്രാൻഡ് വെൽക്കം, ഒരു റിച്ച് വെൽക്കം എനിക്ക് കിട്ടും. വ്യത്യസ്ത മതങ്ങളിൽ നിന്ന്, വ്യത്യസ്ത മാർഗങ്ങളിൽ നിന്ന് കഷ്ടത അനുഭവിച്ച് കർത്താവിനെ സേവിച്ചവരൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്തിനെന്നറിയാമോ ഇതൊക്കെ അനുഭവിച്ചെന്നറിയാമോ? ദേവദാസേ, ഒരു റിച്ച് വെൽക്കം നിനക്ക് സ്വർഗത്തിലുണ്ട്. മമ്മയെ ഒറ്റ വിശ്വാസത്തിൽ വന്നതിനെ കാരണം നീ നിത്യാനുഭവം അനുഭവിച്ചു, നീ അപമാനം സഹിച്ചു, നിരാശപ്പെടേണ്ടി വന്നു. പക്ഷേ ഒരു റിച്ച് വെൽക്കം നിനക്ക് നിത്യതയിലുണ്ട്. അതാ എന്റെ പ്രതീക്ഷ. എഴുന്നേറ്റിരിക്കാം. എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നു, ഭയങ്കര സന്തോഷം. ആത്മമണ്ഡലം തുറക്കുന്നു. ഈ സന്തോഷമുള്ള ദൈവമൊക്കെ 2 മിനിറ്റ് മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകട്ടെ. എനിക്കൊരു വാം വെൽക്കം ഉണ്ട്, എനിക്കൊരു വാം വെൽക്കം ഉണ്ട്, എനിക്കൊരു റിച്ച് വെൽക്കം ഉണ്ട്, എന്നെ റിസീവ് ചെയ്യുവാ ദൈവമുണ്ട്. ആ ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ട ദൈവമക്കൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടി കർത്താവിനെ ഒരു നിമിഷം ആരാധിക്കും. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യ നിത്യം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യ നിത്യം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. വിശുദ്ധന്മാർക്കും ഒരിക്കലായി ഭരമേൽപ്പിച്ചതാ, വിശ്വാസത്തിനായി നീ ഇപ്പോൾ ചെയ്തിടണം. വിശുദ്ധന്മാർക്കും ഒരിക്കലായി ഭരമേൽപ്പിച്ചതാ, വിശ്വാസത്തിനായും നീ ഇപ്പോൾ ചെയ്തിടണം. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ലോകം നിന്നെ ഏറ്റവും പകച്ചിടുമ്പോഴും, സ്നേഹിതരും നിന്നെ കൈവടിയും നേരത്തും. ലോകം നിന്നെ ഏറ്റവും പകച്ചിടുമ്പോഴും, സ്നേഹിതരും നിന്നെ കൈവടിയും നേരത്തും. അവൻ നിനക്കു മാതൃക പുരുഷനാകയാൽ, പോയ പാത ധ്യാനിച്ചെന്നും പിൻപറ്റിയിടുക. അവൻ നിനക്കു മാതൃക പുരുഷനാകയാൽ, പോയ പാത ധ്യാനിച്ചെന്നും പിൻപറ്റിയിടുക. ദൈവ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദിവ്യഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദിവ്യഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. നീതിമാൻ പ്രയാസമോട് രക്ഷ നേടുകിൽ, അധർമ്മികൾക്കും പാപികൾക്കും ഗതിയെന്നായിടും. നീതിമാൻ പ്രയാസമോട് രക്ഷ നേടുകിൽ, അധർമ്മികൾക്കും പാപികൾക്കും ഗതിയെന്നായിടും. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയ ദൈവന്യായ വിധിയിൽ നിന്നു തെറ്റിയൊഴിയുമോ? ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയ ദൈവന്യായ വിധിയിൽ നിന്നു തെറ്റിയൊഴിയുമോ? ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. വർദ്ധിച്ചിടുമ്പോൾ, ദോഷവഴിയിൽ ജനങ്ങൾ ഏറ്റവും നിറഞ്ഞൊടിയിടുമ്പോൾ, നീതികെട്ടോർ നീതികേടിൽ വർദ്ധിച്ചിടുമ്പോൾ, ദോഷവഴിയിൽ ജനങ്ങൾ ഏറ്റവും നിറഞ്ഞൊടിയിടുമ്പോൾ, നീതിമാന്മാർ ഇനിയും അധികം നീതി ചെയ്യട്ടെ,
വിശുദ്ധർ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാന്മാർ ഇനിയും അധികം നീതി ചെയ്യട്ടെ. വിശുദ്ധർ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദിവ്യ തേജസ്സീനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. 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 വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. വളരാൻ വേണ്ടി വിളിച്ചവരാണ് നമ്മൾ. വളരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. called to grow. വളരാൻ വേണ്ടുന്നത് ഉത്സാഹമുള്ളവരായി തീരണം. So we have to become zealous to grow. വളരാൻ വേണ്ട 3 സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരുന്നു. And God will create the circumstances for us to grow. ഒന്ന്, അവൻ നമ്മെ വളരാൻ വിളിച്ചു. So He called us already. ഡെയിലി വളരാൻ, ഗോഡ്ലി ലൈഫ് നയിച്ച് വളരാൻ വേണ്ടിയുള്ള ജീവനും ഭക്തിക്കുമുള്ള ദൈവം തരും. And He provides us everything for our വളർന്ന് കിട്ടാൻ പോകുന്ന വാഗ്ദത്തം, പ്രഷ്യസ് പ്രോമിസ് നമുക്ക് നൽകിയിട്ടുണ്ട്. And He has given us a promise to come. വളരാൻ തടസ്സമായി ഒരു വൈറസ് ആ സിസ്റ്റത്തിനകത്തുണ്ട്. And there might be a virus, that's preventing us from growing. അത് വേൾഡ്ലി ആയിട്ടുള്ള കാര്യമാണ്. So that is the worldly things. അത് എസ്കേപ്പ്, അവിടെ നിന്ന് എസ്കേപ്പ്. We have to escape from those. എന്നിട്ട് ഡിവൈൻ ക്യാരക്ടറിലേക്ക് നാം വളരണം. And we have to grow in the divine character. അതിന് 8 സ്റ്റെപ്പുകൾ, 8 പടികൾ നാം പഠിക്കാനിടയായി. And we saw the 8 steps in our spiritual growth to become like divine character. ഇത് നിങ്ങൾ to grow to divine പ്രാക്ടീസ് character. ചെയ്താൽ And if you practice this, നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകും, യൂസ്ഫുൾ ആകും. you will become more productive and more useful. ഇത് പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ And if we don't practice this, നിങ്ങളുടെ കാഴ്ചപ്പാട് മങ്ങും. and we become short-sighted, നിങ്ങൾ കുരുടരായി മാറും. and we become blind in the spirit. ഇത് പ്രാക്ടീസ് ചെയ്ത് വളർന്ന് നമ്മൾ അവിടെ ഡിവൈൻ ക്യാരക്ടറിൽ എത്തിയാൽ, But if we grow every day in this and reach the divine character, God will give you grand entrance into the kingdom of you God. will receive a grand entrance to the eternal kingdom. അതിനായി ഇന്ന് പകൽ സമർപ്പിക്കാനായിട്ട് കഴിയുമോ? Can we submit for that same today? കർത്താവേ, വളരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I want to grow. Lord, if there is anything hindering my growth today, remove it from me, Lord. Lord, we bless everyone who listened to this message. Lord, we submit ourselves as we are called to grow. Let us be reminded of this fact and lead our Christian life. In Jesus' name we bless everyone. Thank you for doing this same in us. In Jesus' name we pray. Amen.